കർത്താവിന് മഹത്വം. ഒരു ദിവസം കൂടെ ദാനമായി നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നദ്ധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള സർവശക്തനെയാണല്ലോ നമ്മൾ ആരാധിക്കുന്നത്. അവിടുന്നാണല്ലോ നമ്മുടെ ആരാധ്യ പുരുഷൻ. നമ്മുടെ കർത്താവ് ആരാധനയ്ക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനാണ്. എല്ലാ മുട്ടും മടങ്ങുന്ന എല്ലാം നാമം പുകഴുന്ന ആ ശ്രേഷ്ഠ നാമത്തിനായിട്ട് ഇന്ന് പകൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? പാപത്തിൽ നമ്മളെ വിടുവിച്ചില്ലേ? ശാപങ്ങളെ കീറിക്കളഞ്ഞില്ലേ? അടുപ്പിൻ്റെ ശക്തി നമ്മുടെ മേൽ ഇപ്പോഴും വ്യാപരിക്കുന്നില്ലേ? ബലഹീനത എത്തിക്കഴിഞ്ഞു വരുന്ന ദൈവശക്തി തിരിച്ചറിയാൻ ഇന്നലകളിൽ മാത്രമല്ല, ഇന്നും അടുത്ത ദിവസങ്ങളിലും അവിടെ നമ്മെ ഇടയാക്കുന്നില്ലേ? ധൈര്യത്തോടെ പറ, കർത്താവേ അങ്ങ് മാത്രം മതി. ചിലർ പറയാറുണ്ട്, എനിക്ക് വേറെ ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം മാത്രം മതി പ്രിയരെ. അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ മാത്രം മതി. സൃഷ്ടിതാവ് മാത്രം മതി. സർവശക്തൻ മാത്രം മതി. സർവജ്ഞാനി മാത്രം മതി. പോരെ? ഇനി മറുവശം പറയാം, ലോകം മൊത്തം നമ്മുടെ കൂടെ ഉണ്ടായിട്ടും ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ബിഗ് സീറോയാ, വട്ടപ്പൂജ്യമാണ്. അതോടെ ചിന്തിക്കണം. നമ്മുടെ പ്രസ്താവന ഒന്ന് ചിന്തിച്ചേച്ചിട്ട് പറയാറില്ലേ, ദൈവം മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ആരുമില്ല. ദൈവം മാത്രം ഉണ്ടെങ്കിൽ ഉറപ്പാണെങ്കിൽ അങ്ങ് സന്തോഷിച്ചോണേ. ആരുമില്ലാത്തപ്പോഴും കൂടെ വരുന്ന, ആരും അറിയാത്തപ്പോഴും അറിയുന്ന, ആരും കേൾക്കാനില്ലാത്തപ്പോഴും തുറന്നു പറയാൻ കഴിവുള്ള, കേൾക്കാൻ കഴിവുള്ള, ചെവി ചായ്ക്കുന്ന, മറുപടി പറയുന്ന ഒരു ദൈവം. അബ്രഹാമിൻ്റെ വീട്ടിൽ തൻ്റെ പിതാവ് ഒത്തിരി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുക പതിവായിരുന്നു. അബ്രഹാമിൻ്റെ ജീവിതം ചെറുപ്രായം നോക്കുമ്പോൾ ഇത് കണ്ടു വളർന്നിരിക്കുകയാണ്. അനേകർ അത് മേടിക്കാൻ വരുന്നുണ്ട്. തൻ്റെ വീട്ടിൽ വിഗ്രഹങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയുണ്ട്. പക്ഷേ ആളുകൾ അതിനെ എടുത്തുകൊണ്ട് പോകും. ഒറ്റ വിഗ്രഹങ്ങൾ പോലും, തിരഹുണ്ടാക്കിയ ഒറ്റ വിഗ്രഹം പോലും സംസാരിച്ചില്ല. ആ ദൈവങ്ങളൊന്നും ഇടപെട്ടില്ല. പക്ഷേ തേജോമയനായ ദൈവം അബ്രഹാമിനോട് സംസാരിക്കാൻ തുടങ്ങിയ രാത്രി മറന്നു പോകരുത്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മെ കരങ്ങളിലെടുക്കുന്ന ദൈവമാണ്. നമ്മളുണ്ടാക്കുന്ന ദൈവങ്ങളൊക്കെ നമ്മളെടുക്കേണ്ടി വരും, അല്ലെ? എടുത്തൊരിടത്ത് കൊണ്ട് വെക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ബലഹീനതയിൽ നടക്കുവാൻ ത്രാണിയില്ലാതിരിക്കുമ്പോൾ, കുഴഞ്ഞു പോകുമ്പോൾ, ധൈര്യം ചോർന്നു പോകുമ്പോൾ താങ്ങിയെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം. നോക്കൂ, ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ച പ്രവാചകൻ്റെ ജീവിതത്തിൽ ധൈര്യം ചോർന്നു പോയൊരു നിർണായഘട്ടം. അവിടെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ദൈവം ദൂതനെ വിട്ടില്ലേ? അതിൻ്റെ ക്ഷീണം മാറ്റിയില്ലേ? വിശപ്പ് മാറ്റിയില്ലേ? തകർച്ച മാറ്റിയില്ലേ? അങ്ങനെയെങ്കിൽ ഇന്നും പകലിലും നമുക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയണം. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാവും, ധൈര്യം ചോരും, നിരാശ വരാൻ സാധ്യത ഇല്ലാതെയുമില്ല. പക്ഷേ ഇവിടെ കൈവിടുന്ന ഒരു ദൈവത്തെ അല്ലല്ലോ നമ്മൾ സേവിക്കുന്നത്. മാറി നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ലല്ലോ. മാത്രമല്ല, എനിക്ക് പറ്റത്തില്ലെന്ന് ദൈവം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏത് വിഷയം? നിങ്ങൾ പറയും ഭയങ്കര വിഷയമാണ്, സത്യമാണ്. പക്ഷേ ദൈവം പറഞ്ഞു, എന്നെക്കൊണ്ടിത് പറ്റില്ല. ഇരമ്യാവ് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ദൈവം എന്താ പറഞ്ഞു? ഇരമ്യാവ് പറഞ്ഞു, രാജ്യം പ്രവാസത്തിലാണ്, നഗരം കൽദയരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുക. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്ന ദൈവമേ? ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട് താൻ തിരിച്ചൊരു ചോദ്യമാണ്. ഇവിടെ ക്രയവിക്രയങ്ങൾ നടക്കും, ആധാരങ്ങൾ മേടിച്ച് മുദ്രയിടുമെന്ന് പറഞ്ഞപ്പം പ്രവാസത്തിരിക്കുക. ദൈവം തിരിച്ചു പറഞ്ഞത്, ഇരമ്യാവ് ചോദിച്ച ചോദ്യം പ്രസക്തവുമാണ്. ദൈവത്തിൻ്റെ മറുപടി എന്തായിരുന്നു? ഇരമ്യാവെ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? സ്തോത്രം.
പകൽ വിശ്വസിക്കാമോ? ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. എലിയാവ് ക്ഷീണിച്ചു പോയി. പക്ഷേ ദൈവത്തിന് ആ മരുഭൂമിയിൽ ഭക്തനെ ഇട്ടേച്ചു പോകാൻ പറ്റത്തില്ല. ഇസബെൽ അവിടെ ഭീഷണിയായി നിൽക്കുമ്പോൾ അവൾ പറയില്ലേ, ഇതുവരെ ഓടിയവൻ, ഇതുവരെ അധ്വാനിച്ചവൻ, ഇതുവരെ ഇറങ്ങിയവൻ, ഇതുവരെ നിന്നവൻ, ഇതുവരെ പ്രാർത്ഥിച്ചവൻ, വിശുദ്ധിക്ക് വേണ്ടി നിന്നവൻ പകുതി വഴിക്ക് തീർന്നു. നമ്മളെ നോക്കി ജനം പറയില്ലേ, നിന്ദിച്ചൊരു ദൈവം അതിനനുവദിക്കുക. ദൈവം അവിടെ എഴുന്നേറ്റ് വന്നില്ലേ? നമ്മൾ നിരാശപ്പെടുമ്പോഴും ദൈവം എഴുന്നേറ്റ് വന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ സ്തോത്രം ചെയ്യൂ. 119 സങ്കീർത്തനം 91 വാക്യം. അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവസൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുള്ള വാക്യമാണെങ്കിലും 1-2 കാര്യങ്ങൾ നിങ്ങളുമായി പറയട്ടെ. യഹോവയുടെ വചനം സ്വർഗത്തിൽ സ്ഥിരമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറയായിരിക്കുന്നു. സ്ഥാപിക്കപ്പെട്ട ഭൂമി ഇന്നുവരെ നിലനിൽക്കുന്നു. അതും ദൈവത്തിൻ്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. ഞാൻ എൻ്റെ ആത്മീയമായ ചില വശങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കർത്താവ് എനിക്ക് നിയോഗം തന്നു. ദൈവത്തിൻ്റെ നിയമം ഒരു കുടുംബത്തിൻ്റെ മേൽ വന്നാൽ, ഒരു സമൂഹത്തിൻ്റെ മേൽ വന്നാൽ, ഒരു ദേശത്തിൻ്റെ മേൽ വന്നാൽ അത് നിലനിൽക്കും. ലോകത്തിലെ എല്ലാ നിയമങ്ങളും ഭൂരിപക്ഷമുണ്ടെങ്കിൽ മാറ്റി എഴുതാം, ദുർബലമാക്കാം, ചെയ്യാതിരിക്കാനും കഴിയും. പക്ഷേ ദൈവത്തിൻ്റെ നിയമത്തെ ഭൂരിപക്ഷത്തിനോ സ്വാധീനത്തിനോ അധികാരത്തിനോ മാറ്റാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ പ്രവചനത്തെ, ദൈവത്തിൻ്റെ ശബ്ദത്തെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയത്തില്ല. നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം ഒരു നിയമം ചെയ്യുകയാണ്, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. എപ്പോൾ? ശരീരം വർദ്ധിക്കും ചെന്നപ്പോൾ, സാധ്യതകൾ നഷ്ടപ്പെട്ടപ്പോൾ, ദമേശക്ക് എലയാസർ മതി എന്ന് താൻ പറഞ്ഞപ്പോൾ, അതിൽ സംതൃപ്തനായിക്കൊള്ളാം, ഇനിയും ഒരു സാധ്യത എനിക്കില്ല, എൻ്റെ വൈഫിൻ്റെ ശരീരത്തെ നോക്കിയാലും അത് നടക്കില്ല. മെഡിക്കൽ സയൻസുകളുടെ നിയമങ്ങളെ മാറ്റാൻ, നിൻ്റെ ശരീരത്തെ പഴയതിലേക്ക് റിവൈൻഡ് ചെയ്യിപ്പിക്കാൻ, നിൻ്റെ വാക്തത്വത്തെ പുറത്തു കൊണ്ടുവരാൻ ഇന്നും നിയമം പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ലോകത്തിൻ്റെ നിയമങ്ങൾക്കെതിരാകും. പ്രൈസ് ദ ലോർഡ്. ലോകത്തിൻ്റെ നിയമങ്ങളെ മാറ്റി മറിക്കുന്നതാകും. നിങ്ങളുടെ വിഷയം ലോകത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അധികാരങ്ങളുമൊക്കെ പറയും നടക്കത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ നിയമം പറയും, ഞാനത് നടപ്പിലാക്കും. എനിക്ക് എൻ്റെ അബ്രഹാം വിശ്വസ്തനായ മനുഷ്യനാണ്. അബ്രഹാം എൻ്റെ സ്നേഹിതനാണ്. അബ്രഹാമിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. സ്തോത്രം. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു നിയമം കേട്ടോ. നിൻ്റെ തലമുറകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു നിയമമുണ്ട്. നിനക്ക് വേണ്ടി സഹോദര മിനിസ്ട്രി ചെയ്യുന്ന പ്രിയ അഭിഷക്തന്മാരെ, ദൈവദാസിമാരെ, സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറക്ക് വേണ്ടി വിശ്വസ്തതയുള്ള ഒരു നിയമമുണ്ട്. 1-2 കാര്യങ്ങളിലൂടെ ഞാൻ പറയട്ടെ, വേഗത്തിൽ ശ്രദ്ധിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് മറ്റൊരു നിയമത്തെപ്പറ്റി വളരെ വ്യക്തമായി പറയുന്നു. അതിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ എൻ്റെ വചനം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത നിയമം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകുകയാണ്. വചനത്താൽ ജീവിക്കാൻ, വചനത്താൽ നടക്കാൻ, വചനത്തിൻ്റെ ശക്തിയാൽ വിടുവിക്കപ്പെടാൻ, വചനത്തിൻ്റെ ആഴങ്ങൾ നമ്മുടെ അകത്തേക്ക് പതിയാൻ, വചനത്തിൻ്റെ സൗഖ്യം പ്രാപിക്കാൻ, വചനത്താൽ ബലപ്പെടാൻ, വചനത്താൽ ശുദ്ധീകരണം പ്രാപിപ്പാൻ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ വചനം എഴുതാൻ പോകുന്നു. ആർക്കും വായിക്കാൻ പറ്റത്തില്ല, നിലനിൽക്കുന്ന വചനമാ.
അതായത് ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ നിയമം, അല്ലെ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദം, പ്രവചന ഭാഗങ്ങൾ അത് നിലനിൽക്കും. സ്ഥിരപ്പെടുത്താൻ നാളുകൾ നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ നിയമങ്ങളുണ്ടല്ലോ, നിങ്ങളോടും നിങ്ങളുടെ തലമുറകളോടും എവിടെയൊന്നിനെയും ചോദിക്കരുത്. ആർക്കും അതിനെ ഇല്ലാതാക്കാനോ തരാതിരിക്കാനോ ലോകത്തിൻ്റെ ഒരു ശക്തിക്കും സാധ്യമല്ല. വിശ്വസിക്കണം. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയം കൊടുക്കും, പുതിയൊരു ആത്മാവിനെ കൊടുക്കും. ദൈവത്തിൻ്റെ നിയമം നോക്കണേ, പ്രവചന പുസ്തകത്തിൽ തന്നെ ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയം, പഴയ ഹൃദയത്തെ മാറ്റുന്നു, വേദനിക്കുന്ന ഹൃദയത്തെ മാറ്റുന്നു, ചഞ്ചലിക്കുന്ന ഹൃദയത്തെ മാറ്റുന്നു, അവിശ്വസിക്കുന്ന ഹൃദയത്തെ മാറ്റുന്നു, പിന്മാറ്റമുള്ള ഹൃദയത്തെ ചികിത്സിച്ച് പുതിയതാക്കുന്നു. അടുത്തത് എൻ്റെ അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ പുതിയൊരാത്മാവിനെ അവരിലേക്ക് നൽകുന്നു, അവർ ഹൃദയങ്ങളിലേക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവിനെ നൽകുന്ന ഒരു നിയമം കേട്ടോ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തേക്ക് വന്നാൽ ഈ പകൽ ആത്മാവിൽ നടക്കാൻ കഴിയും, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മുടെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് മറിയുടെ മേൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറി. അവൾ മലനാട്ടിലേക്ക് ബന്ധപ്പെട്ട് കയറിപ്പോയി. അവിടെ ആത്മാവിൻ്റെ ശക്തി തിരിച്ചറിയുകയാണ്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവൾ പ്രവചിക്കാൻ തുടങ്ങി. ഈ പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാ പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ആർക്കും എടുത്തു കളയാൻ പറ്റത്തില്ല. ആത്മാവ് വന്നവൻ ആത്മാവിൽ ജീവിക്കും, ആത്മാവ് വന്നവൻ ആത്മാവിൽ നടക്കും, ആത്മാവ് വന്നവൻ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കും, ആത്മാവ് വന്നവൻ വേർപാട് അനുഷ്ഠിക്കും, ആത്മാവ് വന്നവന് കൃത്യത ഉണ്ടാവും, ആത്മാവ് വന്നവൻ സകലത്തെയും വിവേചിക്കും, ആത്മാവ് വന്നവൻ സകലത്തെയും ജയിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ പകൽ വിളിച്ചു പറ, കർത്താവേ, ആത്മാവിൻ്റെ മാരി എൻ്റെ ഹൃദയത്തിനകത്തേക്കൊന്ന് പകരണമേ. ആ നിയമം, അതിനുവേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നു? ബാക്കി ഡിപ്പോസിറ്റുകൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ട, ലോകത്തിലെ ഒരു വിടുതലുകൾ ഇപ്പോൾ ആഗ്രഹിക്കേണ്ട. അത് ദൈവം തരുമെന്നേ, അത് ദൈവത്തിൻ്റെ കാര്യപരിപാടികളുള്ളതാണ്. ഇന്ന് പകൽ സൗഖ്യം മാത്രമല്ല, വചനത്തിൻ്റെ ആഴങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുക മാത്രമല്ല, ഹോളി സ്പിരിറ്റ്, പുതിയ ആത്മാവ് നിങ്ങളുടെ മേൽ വരികയാണ്. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ നടക്കാൻ പോകുകയാണ്. ആത്മാവിൽ നിങ്ങൾ മൂവ് ചെയ്യാൻ പോകുകയാണ്. പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ പോകുകയാണ്. പുതിയ ഹൃദയം തന്നത്, പുതിയ ആത്മാവിൻ തന്നത് അഭിഷേകത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പോകുകയാണ്. മുരടിച്ച അവസ്ഥകൾ മാറട്ടെ, ആത്മപ്രവാഹം വരട്ടെ. കർത്താവിനോട് പറ, ആദ്യ നൂറ്റാണ്ടിൽ മാളിക മുറിയിൽ ഇറങ്ങി വന്ന ആത്മാവ് ഞങ്ങളുടെ ഉള്ളിലേക്കൊന്ന് വന്ന് ഒരു ഉണർവിൻ്റെ ശക്തി, പ്രാർത്ഥിക്കാനുള്ള ഉണർവ്, വിശ്വാസത്താൽ ജീവിക്കാനുള്ള ഉണർവ്, യേശുവിൻ്റെ നാമത്തിൽ വചനത്തിന് അധിഷ്ഠിതമായി ക്രിസ്തീയ ജീവിതം നയിക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ആത്മാവിൻ്റെ ശക്തിയാൽ ഒന്ന് നിറയ്ക്കണമേ എന്ന് ഇന്ന് പകൽ പ്രാർത്ഥിക്കും. ആത്മാവ് നിങ്ങളെ ടോട്ടലി ചേഞ്ച് ചെയ്യും, എല്ലാം പുതിയതാക്കും. കണ്ടോ, പുതിയ ഹൃദയം, ആത്മാവ് വരുമ്പോൾ പുതിയതാകുകയാണ്. പഴയ എല്ലാ അന്ധകാര മണ്ഡലങ്ങളും മാറുകയാണ്. പുതിയ ദൈവശക്തി, ദൈവകൃപ, ആത്മാവിൻ്റെ സാന്നിധ്യം, വചനത്തിൻ്റെ വെളിപ്പാടുകൾ, ദൂതുകൾ, പ്രവചനങ്ങൾ, ഇന്ന് പകൽ എല്ലാം പുതിയതാകാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ പറ, കർത്താവേ, ആത്മശക്തിയാൽ ഇന്ന് പകൽ ഞങ്ങളുടെ ഉള്ളിലേക്ക് ആ നിയമം ഒന്ന് വെളിപ്പെട്ട് വരട്ടെ. വചനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ഞങ്ങൾ ആത്മാവിൽ എല്ലായിടത്തും സഞ്ചരിക്കട്ടെ. എൻ്റെ ജനം ആത്മാവിൽ സഞ്ചരിക്കും, ഞാൻ അവരെ ബലപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആ വചനത്തിൻ്റെ നിയമം, ആത്മാവിൻ്റെ നിയമം, ദൈവശബ്ദത്തിൻ്റെ നിയമം ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്നു. നോക്കൂ, യേശു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, എനിക്കൊരു നിയമം ഉയരത്തിൽ നിന്നുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ മരിക്കും, അടക്കപ്പെടും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. റോമ ഗവൺമെൻറ് പറഞ്ഞു ആ നിയമത്തെ നടപ്പിലാക്കാൻ പറ്റില്ല. മുദ്ര വെച്ചു, മാത്രമല്ല വലിയ കല്ല് വെച്ചു. പക്ഷേ ദൈവത്തിൻ്റെ നിയമം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ മതിയാകും. സകലത്തെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നിയമം, റോമ മത ഗവൺമെൻറ്റിൽ തകർത്തെറിഞ്ഞ നിയമം ഇന്ന് പകൽ വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ജനത്തിൻ്റെ മേലെ ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. പിശാച് പിടിച്ചു വെച്ച മണ്ഡലങ്ങൾ ആത്മാവരുടെ ഉള്ളിലേക്ക് വന്ന് അവർ കുതിച്ചെഴുന്നേൽക്കട്ടെ. പ്രാർത്ഥനയുടെ ശക്തി വ്യാപരി. യേശുവിൻ്റെ നാമം തന്നെ. ആമേൻ, 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 ആമേൻ.